മനോഹരമായൊരു ഫ്ലാറ്റ്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഫ്ലാറ്റ്, 50 നിലകളോ 100 നിലകളോ ഒക്കെയുള്ള ഫ്ലാറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഒരു 50 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലാറ്റ് അവിടെ നിൽക്കുമോ? അവിടെ നിൽക്കില്ല. അത് നശിച്ചു പോയിക്കൊണ്ടേയിരിക്കും. അതിനെ നിലനിർത്താനായിട്ട് മനുഷ്യൻ്റെ ബുദ്ധി എപ്പോഴും പ്രയോഗിക്കണം. ആകാശത്തിലേക്ക് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ശേഷം മനുഷ്യൻ ഇവിടെ ചുമ്മാ ഇരുന്നാലോ ആ ആകാശത്തിൽ നിന്ന് ആ ഉപഗ്രഹം ഭൂമിയിലുള്ള ആരുടെയെങ്കിലും തലയിൽ വന്ന് വീഴുന്നത്. എപ്പോഴും നമ്മൾ ചെയ്ത കർമ്മങ്ങൾക്ക് നമ്മൾ ജാഗരൂകരായിട്ടിരിക്കണം. നമ്മൾ ജാഗരൂകരായിട്ടിരുന്നില്ലെങ്കിൽ ആ കർമ്മം നമ്മളിലേക്ക് തന്നെ വിപത്തായിട്ട് വരും, ആപത്തിനെ ക്ഷണിച്ചു വരുത്തുന്നത്. നോക്കൂ, ഈ നാഗരികതകളിലെല്ലാം രാത്രിയും പകലും ഇതൊക്കെ നിർമ്മിച്ചിട്ടിട്ട് നമ്മൾ കണ്ണടച്ചിരുന്നാത്ത സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വലിയ അപകടങ്ങളാണ് വരുത്തി വയ്ക്കുന്നത്. ഈ ലോകത്ത് തന്നെ പല സ്ഥലത്തും ആറ്റോമിക് എനർജി ഉണ്ടാക്കുകയും അതിൻ്റെ വേസ്റ്റുകൾ സൂക്ഷിക്കാൻ കഴിയാതെ പലയിടത്തും അത് ഒളിച്ചു വച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമിക്കടിയിലും പലയിടങ്ങളിലും ഒളിച്ചു വച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെയുള്ള സകല ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ പോരുന്ന ശക്തിയാണ് അതിലിരിക്കുന്നത്. ഇതാണ് മനുഷ്യൻ്റെ പ്രക്രിയ. മനുഷ്യൻ ചെയ്യുമ്പോൾ ആ പ്രക്രിയയുടെ സംരക്ഷണം ഈശ്വരൻ ഏറ്റെടുക്കുകയില്ല. അത് മനുഷ്യൻ്റെ തന്നെ കർമ്മമായതുകൊണ്ട് അത് മനുഷ്യൻ തന്നെ സംരക്ഷിച്ചേ പറ്റൂ. 2 തരം കർമ്മങ്ങൾ നമ്മളുടെ ചുറ്റുപാട് നോക്കിയാൽ കാണാൻ. ഒന്ന് ക്രിയേഷൻ, വേറൊന്ന് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥാപിതമായിരിക്കുന്ന സ്വാർത്ഥമായിരിക്കുന്ന താല്പര്യം കൊണ്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് പ്രൊഡക്ഷനാണ്. ക്രിയേഷൻ എന്ന് പറയുമ്പോഴോ അതിൽ കർത്തൃത്വമില്ല, അതിൽ കർത്തൃഭാവമില്ലാതെ അത് സഹജമായിരിക്കുന്ന ഒരു കർമ്മമായിട്ട് വരുമ്പോൾ അത് ക്രിയേഷനാണ്. പണ്ടുള്ള പല താജ്മഹൽ എടുത്തു നോക്കൂ നിങ്ങൾ. 500 വർഷമായി താജ്മഹൽ. ഇപ്പോഴും ആ താജ്മഹൽ വളരെ മനോഹാരിതയോട് കൂടിയിട്ട് നിൽക്കുന്നു. തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ ചിദംബരം, തിരുവണ്ണാമലയിലെ അരുണാചലേശ്വരം പോലുള്ള ക്ഷേത്രങ്ങൾ, മധുരയിലെ ക്ഷേത്രങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായി, 600ഉം 700ഉം വർഷങ്ങൾ കഴിഞ്ഞ ക്ഷേത്രങ്ങളാണ്. ഇപ്പോഴും അതിന് ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയോടുകൂടി നിലനിൽക്കുന്നു. എവിടെ അർപ്പണമുണ്ടോ അവിടെ ആ ക്രിയ ശാശ്വതമായിരിക്കുന്നുണ്ട്. എവിടെ അർപ്പണമില്ലയോ അവിടെ ആ ക്രിയയ്ക്ക് ശാശ്വതത്വം നഷ്ടപ്പെടുന്നുണ്ട്. എന്ന് പറയുന്നത് ക്രിയേഷനും പ്രൊഡക്ഷനും ഇടയിലുള്ള ആ ഒരു നേരിയ വിടവുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇവിടെ സംഭൂതിയും അസംഭൂതിയും എന്ന് പറയുന്നത്. കർത്തൃഭാവത്തോടുകൂടി ചെയ്യുന്ന ക്രിയകളെല്ലാം അസംഭൂതികളാണ്. കർത്തൃവിയുക്തമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സംഭൂതികളാണ്. അപ്പോൾ സംഭൂതികളും അസംഭൂതികളും കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കർമ്മങ്ങൾ ധാരാളമുണ്ട്. പക്ഷെ ഇത് തിരിച്ചറിയാൻ കഴിയുന്നത് അപൂർവം ചിലർക്ക് മാത്രമാണ്. അപ്പോൾ അസംഭൂതിയെ ആരാധിപ്പവർ അന്ധതമസിലേക്ക് പോകുന്നു. നമ്മൾ കർത്തൃഭാവത്തോടുകൂടി ക്രിയകൾ ചെയ്യുമ്പോൾ അന്ധതമസിലേക്ക് പോകുന്നു. സംഭൂതിരതരാണെങ്കിലോ ഇനി അതിൽ സംഭൂതി എന്ന് പറയുന്ന പ്രക്രിയയിൽ അല്പം കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ കർത്തൃത്വത്തിൻ്റെ ഭാവം കയറി വന്ന് ഞാൻ ദൈവത്തെ അറിയുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തെ സൃഷ്ടിക്കുന്നവൻ, അല്ലെങ്കിൽ ദൈവത്തിനെ പോലെ സൃഷ്ടിക്കുന്നവൻ എന്ന ചിന്ത വരികയാണെങ്കിലോ, ഞാൻ ദൈവത്തിനെ പോലെ സൃഷ്ടിക്കുന്നവൻ എന്ന ചിന്ത വരികയാണെങ്കിൽ അത് വീണ്ടും ആ ക്രിയ വികലമായിട്ട് പോകുന്നു. അപ്പോൾ ദൈവത്തിനെ പോലെ സൃഷ്ടിക്കുവാൻ ശക്തിയുള്ളവനാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിലോ, ഐ ആം ഒമിനിപൊട്ടൻറ്റ്, ഞാൻ സർവശക്തനാണെന്ന് വിചാരിച്ചാലോ അത് അഹങ്കാരമായിട്ട് മാറുന്നു.